ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് മെയിൻ ടോപ്പിക്കാണ് ഓഷ്യൻ കറൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഓഷ്യൻ കറണ്ട് എന്താണെന്ന് നോക്കാം. നമ്മൾ ലാൻഡിൽ കൂടെ റിവർ ഒഴുകി കണ്ടിട്ടുണ്ട്. അതെന്താണ്? ഒരു റെഗുലർ വോളിയം ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഒരു കുറച്ച് നല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഒരു ഡെഫിനറ്റ് പാത്ത് ആൻഡ് ഡയറക്ഷനിൽ കൂടെ പോകുന്നതാണ് ശരിക്കും റിവർ ഫ്ലോ എന്ന് പറയുന്നത്. ഇതേ റിവർ നമ്മൾ ഓഷ്യനിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇതേ റിവർ ഓഷ്യനിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഓഷ്യൻ കറൻറ്റ്സ് എന്ന് പറയുന്നത്. ഓഷ്യൻ കറൻറ്റ്സ് ആർ ലൈക്ക് റിവർ ഫ്ലോ ഇൻ ഓഷ്യൻസ്. ഇത്തരത്തിലായിരിക്കും ഓഷ്യൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇവയ്ക്കൊരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. ഈ ഒരു ഡയറക്ഷനിൽ കൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ഇതിങ്ങോട്ട് പോകുന്നതല്ല. അത് ഫോളോ ചെയ്ത പാത്ത് ഏതാണ് അത് മാത്രമേ ഫോളോ ചെയ്ത് പോകുന്നുള്ളൂ. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. ഒന്നാമത് പ്രൈമറി ഫോഴ്സസ് ദാറ്റ് ഇനിഷ്യേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. അത് പ്രൈമറി ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന എന്ത് ഫോഴ്സാണോ അതാണ് പ്രൈമറി ഫോഴ്സസ്, ആദ്യം ഇഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഫോഴ്സസ് എന്ന് പറയുന്നത് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ കറൻറ്റ്സ് ടു ഫ്ലോ. അപ്പോൾ ആദ്യം ഇനിഷ്യേറ്റ് ചെയ്യാനൊരു ഫോഴ്സ് വേണം, അതാണ് പ്രൈമറി ഫോഴ്സ്. പിന്നെ ആ ഫ്ലോയിനെ കണ്ടിന്യൂ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്തോ അതാണ് സെക്കൻഡറി ഫോഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി ഫോഴ്സ് അഥവാ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഒരു 4 നമുക്ക് പറയാം. ഹീറ്റിംഗ് ബൈ സോളാർ എനർജി. ഒന്ന് സോളാർ എനർജി, സണ്ണിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സോളാർ എനർജി കാരണം ഹീറ്റഡ് അപ്പ് ആവുന്നു. പിന്നെ വിൻഡ്, പിന്നെ ഗ്രാവിറ്റി, പിന്നെ കൊറിയോളിസ് ഫോഴ്സ്. ഹീറ്റിംഗ് ബൈ സോളാർ എനർജി, വിൻഡ്, ഗ്രാവിറ്റി, കൊറിയോളിസ് ഫോഴ്സ് ഇവയെല്ലാം പ്രൈമറി ഫോഴ്സസ് ആണ്. സോളാർ എനർജി കാരണം വാട്ടർ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും. ഇതുകൊണ്ടാണ് നിയർ ദ ഇക്വേറ്ററിനടുത്തായിട്ട് ഓഷനിലെ വെള്ളം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 8 സെൻറ്റിമീറ്ററോളം ഹൈറ്റിലായിരിക്കും. മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിലുള്ള വാട്ടർ ലെവലിനേക്കാൾ കുറച്ചും കൂടെ ഹയർ ലെവലിലായിരിക്കും. 8 സെൻറ്റിമീറ്ററോളം ഹയർ ലെവലിലായിരിക്കും ഇക്വേറ്റർ റീജിയനിലുള്ള വാട്ടർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരു ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യും. ദിസ് കോസസ് എ വെരി സ്ലൈറ്റ് ഗ്രേഡിയൻറ്റ് ആൻഡ് വാട്ടർ ടെൻസ് ടു ഫ്ലോ ഡൗൺ ദ സ്ലോപ്പ്. ഒരു ചെറിയൊരു 8 സെൻറ്റിമീറ്റർ എങ്കിലും ഒരു ഹൈറ്റ് വേരിയേഷൻ വന്നല്ലോ. അപ്പോൾ ആ ഒരു 8 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇക്വേറ്ററിൻ്റെ അവിടെ നിന്നുണ്ടെങ്കിൽ അവിടുന്ന് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് നോർമലി ആ ഒരു സ്ലോപ്പ് വഴി വെള്ളത്തിന് ഒഴുകാൻ ടെൻഡൻസി ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വിൻഡും കൂടെ ആക്ട് ചെയ്യുമ്പോൾ വിൻഡ് ബ്ലോയിങ് ഓൺ ദ സർഫസ് ഓഫ് ദ ഓഷ്യൻ്റെ സർഫസിലായിട്ട് വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ കൂടെ ആകുമ്പോഴത്തേക്കും ഇത് പതുക്കെ ഇതിനെ pushes the water to move. Friction between the wind and the water surface affects the movement of the water body in its course. അപ്പോൾ അത് മൂവ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ വിൻഡും വാട്ടറിൻ്റെ സർഫസ് തമ്മിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് കേട്ടോ, ഇതും കൂടെ ഈ ഒരു മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രാവിറ്റി ടെൻസ് ടു പുൾ ദ വാട്ടർ ഡൗൺ ദ പൈൽ ആൻഡ് ക്രിയേറ്റ് ഗ്രേഡിയൻറ്റ് വേരിയേഷൻ. ഗ്രാവിറ്റി എന്തിനെ മാക്സിമം താഴത്തേക്ക് പുൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൂടെ കാരണം പിന്നെയും ഒരു ഗ്രേഡിയൻറ്റ് വേരിയേഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതിനോടൊപ്പം തന്നെ കൊറിയോളിസ് ഫോഴ്സ് ഇൻ്റർവെയിൻസ് ആൻഡ് കോസസ് ദ വാട്ടർ ടു മൂവ് ടു ദ റൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർമലി കൊറിയോളിസ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഇക്വേറ്ററിൻ്റെ മുകളിലേക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇക്വേറ്ററിന് താഴേക്ക് സദർൺ ഹെമിസ്ഫിയർ. സോ കൊറിയോളിസ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ വിൻഡിൻ്റെ ആയാലും ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കയറി കഴിഞ്ഞാൽ ഡിഫ്ലക്റ്റ് ചെയ്യിക്കുക. സദർൺ ഹെമിസ്ഫിയറിൽ കയറി കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൊറിയോളിസ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഈ വെള്ളത്തിനെ റൈറ്റിലേക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡിഫ്ലക്റ്റ് ചെയ്യിക്കും, സദേൺ ഹെമിസ്ഫിയറിൽ ഇതിനെ ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. ദീസ് ലാർജ് അക്യുമുലേഷൻസ് ഓഫ് വാട്ടർ ആൻഡ് ഫ്ലോ അറൗണ്ട് ദം ആർ കാൾഡ് gyres. അപ്പോൾ ഇത്തരത്തിൽ ലാർജ് അക്യുമുലേഷൻ ഓഫ് വാട്ടർ ആൻഡ് ഫ്ലോ അറൗണ്ട് ദം ആർ കാൾഡ് gyres. ദീസ് പ്രൊഡ്യൂസ് ലാർജ് സർക്കുലർ കറൻറ്റ്സ് ഇൻ ഓൾ ഓഷ്യൻ ബേസിൻസ്. ഇനി ഓരോ ഓഷ്യനെയും, ഒരു പസഫിക് ഓഷ്യനായാലും അറ്റ്ലാന്റിക് ഓഷ്യനായാലും എല്ലാ ഓഷ്യനിലെയും ഡെൻസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. സോ ഇത്തരത്തിൽ വാട്ടർ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ മൊബിലിറ്റി, ഓഷ്യൻ കറൻസിൻ്റെ വെർട്ടിക്കൽ മൊബിലിറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യും. സലൈനിറ്റി കൂടിയ വെള്ളം എന്ന് പറയുന്നത് സലൈനിറ്റി കുറഞ്ഞ വെള്ളത്തിനേക്കാൾ ഡെൻസറായിരിക്കും. സലൈനിറ്റി കൂടിയ വെള്ളം എന്ന് പറയുന്നത് ഡെൻസറായിരിക്കും, സാന്ദ്രത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കോൾഡ് വാട്ടർ ആയിരിക്കും ചൂടുള്ള വെള്ളത്തിനേക്കാൾ കൂടുതൽ ഡെൻസറായിട്ടുള്ളത്. അപ്പം ഹൈലി ഡെൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഹൈ സലൈനിറ്റി ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ളതായിരിക്കണം. കോൾഡ് വാട്ടർ ആയിരിക്കും കുറച്ചും കൂടെ ഡെൻസർ എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടിയതാണെങ്കിൽ അത് നോർമലി സിങ്ക് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക. ലൈറ്റായിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞ വെള്ളമാണ് അതിൻ്റെ മുകളിലേക്ക് റൈസ് ചെയ്ത് വരിക. ഒന്നുകൂടെ പറയാം, സലൈനിറ്റി കൂടുമ്പോഴും തണുപ്പ് കൂടുമ്പോഴും വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടും. ഇനിയും ഈ ഡെൻസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ താഴത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടും. ഡെൻസിറ്റി കുറഞ്ഞ വെള്ളമാണ് മുകളിലേക്ക് വരിക. Cold water ocean currents occur when the cold water at the poles sinks and slowly moves towards the equator.
പോളാർ റീജിയനിലാണ് കോൾഡർ വാട്ടർ കാണപ്പെടുക അല്ലേ. തണുപ്പുള്ള വെള്ളം കൂടുതലും പോളാർ റീജിയനിലായിരിക്കും കാണപ്പെടുക. ഇക്വേറ്ററിന് അടുത്തിട്ട് വരുന്നതോറും ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ കോൾഡ് കറണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോൾഡ് വാട്ടർ കറണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പോളാർ റീജിയനിൽ നിന്നുള്ള കോൾഡ് വാട്ടർ സിങ്ക് ചെയ്തിട്ട്, തണുപ്പ് കൂടുന്നു അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നു, ഡെൻസിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് താഴത്തേക്ക് സിങ്ക് ചെയ്ത് പോകുന്നത്. എന്നിട്ട് ഇവ എന്ന് പറയുന്നത് ഇക്വേറ്റർ റീജിയനിലേക്ക് പതുക്കെ വരുന്നു. അപ്പോഴാണ് ശരിക്കും കോൾഡ് വാട്ടർ ഓഷൻ കറണ്ട് ഫോം ചെയ്യുന്നത്. ഇനി തിരിച്ച് വാം വാട്ടർ കറണ്ടാണെങ്കിൽ എങ്ങനെ ഫോം ചെയ്യാം? ട്രാവൽ ഔട്ട് ഫ്രം ദ ഇക്വേറ്റർ അലോങ് ദ സർഫസ്. ഇതെന്ന് പറയുന്ന സർഫസിൽ കൂടിയായിരിക്കും വാം വാട്ടർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. വാം വാട്ടർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറവായിരിക്കും, അപ്പോൾ അത് മുകളിലേക്ക് റൈസ് ചെയ്ത് കിടക്കാൻ ടെൻഡൻസി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നോർമലി ഒരു ലോജിക്ക് വെച്ച് ആലോചിക്കുകയാണെങ്കിൽ, കോമൺ സെൻസ് വെച്ച് ആലോചിക്കുകയാണെങ്കിൽ സർഫസിൽ കൂടെ മാത്രമേ ഈ വാം വാട്ടർ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഫ്ലോയിങ് ടുവേർഡ്സ് ദ പോൾസ് ടു റീപ്ലേസ് സിങ്കിങ് കോൾഡ് വാട്ടർ. അപ്പം പോളാർ റീജിയനിൽ നിന്നാണ് തണുപ്പുള്ള വെള്ളം സിങ്ക് ചെയ്തു, തണുപ്പുള്ള വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടി അത് സിങ്ക് ചെയ്ത് താഴത്തേക്ക് പോയി, എന്നിട്ട് അത് പതുക്കെ ഇക്വേറ്റർ റീജിയനിലേക്ക് വന്നു. അപ്പോൾ എന്ത് പറ്റും, ഇക്വേറ്റർ റീജിയൻ്റെ അവിടെ ചൂടുള്ള വെള്ളമാണുള്ളത്. ചൂട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സർഫസിൽ മാത്രമേ കാണപ്പെടത്തുള്ളൂ. ഇത് പതുക്കെ പോളാർ റീജിയനിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ എന്താണ്, ഇവിടെ ഒരു സൈക്കിൾ പോലെ ഇതിങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവിടെയുള്ള പോളാർ റീജിയനിലെ തണുത്ത വെള്ളത്തിനെ ഇങ്ങോട്ട് ഇക്വേറ്ററിൻ്റെ അടുത്തേക്ക് ഒഴുകി വന്നിരുന്ന തണുത്ത വെള്ളത്തിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇവിടുന്ന് പകരത്തിന് ആര് പോകുന്നുണ്ട്, ചൂടുള്ള വെള്ളം സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഡെൻസിറ്റി കുറഞ്ഞ ചൂടുള്ള വെള്ളം ഇക്വേറ്ററിൽ നിന്നും പോളാർ റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡെഫിനിറ്റ് ഒരു ഫ്ലോ വന്നു. അപ്പോൾ ഇത്തരത്തിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്തായി, ഒരു റിവറിൻ്റെ പാറ്റേൺ പോലെയായി. അതാണ് ഓഷൻ കറണ്ട്. ഇനി ഓഷൻ കറണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ നോർമലി ഇതിനെ റെഫർ ചെയ്യുന്നത് അതിൻ്റെ ഡ്രിഫ്റ്റ് വെച്ചിട്ടാണ് പറയുക. സർഫസിൻ്റെ റീജിയനിലായിരിക്കും, സർഫസിൻ്റെ അവിടെയായിരിക്കും കുറച്ചും കൂടി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കറണ്ട്സ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് മേ അറ്റൈൻ ദ സ്പീഡ് ഓവർ 5 knots. 5 അപ്പം മനസ്സിലായി, സർഫസിൻ്റെ അവിടെയാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കാണാൻ പറ്റുന്നത് മനസ്സിലായി. അപ്പം ഒരു 5 knots ആയിരിക്കും അതിൻ്റെ മാക്സിമം സ്പീഡ് പോകുകയെന്ന് മനസ്സിലായി. ഡെപ്തിലേക്ക് പോകും തോറും അതിൻ്റെ സ്പീഡ് കുറയും. അതെന്ന് പറയുന്നത് 0.5 knots വരെ ആയിട്ട് അതിൻ്റെ സ്പീഡ് കുറഞ്ഞാണ് കാണപ്പെടുക. ഡെപ്തിലേക്ക് പോകും തോറും, ഡെപ്തിൽ കൂടെ പോകുന്നത് എന്താണ്, കോൾഡ് വാട്ടർ കറണ്ടാണ്. മുകളിൽ കൂടെ പോകുന്നത് എന്താണ്, വാം വാട്ടർ കറണ്ടാണ്. വി റെഫർ ടു ദ സ്പീഡ് ഓഫ് എ കറണ്ട് ആസ് ഇറ്റ്സ് ഡ്രിഫ്റ്റ്. എൻ്റെ സ്പീഡിനെ നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ, ഓഷൻ കറണ്ടിൻ്റെ സ്പീഡിനെ നമ്മൾ ഡ്രിഫ്റ്റ് എന്നും പറഞ്ഞാണ് പറയാം. ഡ്രിഫ്റ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നോട്ട്സ്. അതിനെ മെഷർ ചെയ്യുന്നത് നോട്ട്സ് എന്ന യൂണിറ്റിലാണ്. ഇനി ഒരു ഓഷൻ കറണ്ടിൻ്റെ സ്പീഡ് വെച്ചിട്ടാണ് അതിൻ്റെ സ്ട്രെങ്ത് പറയാം. ഭയങ്കര സ്പീഡിൽ പോകുന്നൊരു കറണ്ടാണെങ്കിൽ അതിന് ഭയങ്കര സ്ട്രെങ്ത് ആണെന്നും പറയാൻ പറ്റും. എ ഫാസ്റ്റ് കറണ്ട് ഈസ് കൺസിഡേർഡ് സ്ട്രോങ്. അത്രയും സ്ട്രോങ് ആണ്, ഫാസ്റ്റായിട്ടാണ്, ഭയങ്കര സ്പീഡിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ അത് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അത്രയും സ്പീഡിൽ പോകുന്നതെന്ന് പറയാം. എ കറണ്ട് ഈസ് യൂഷ്വലി സ്ട്രോങ്ങസ്റ്റ് അറ്റ് ദ സർഫസ് ആൻഡ് ഡിക്രീസസ് ഇൻ സ്ട്രെങ്ത് ഓർ സ്പീഡ് വിത്ത് ഡെപ്ത്. അപ്പോൾ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്തും കുറയും, അതിൻ്റെ സ്പീഡും കുറയും. അപ്പം ഏറ്റവും സർഫസിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ നോട്ട്സ് വെച്ചാണ് മെഷർ ചെയ്യുന്നത്. 5 knots വരെ പോകാറുണ്ട്. പിന്നെ ഏറ്റവും ഡീപ്പിലേക്ക് പോകും തോറും അതിൻ്റെ സ്പീഡും അതിൻ്റെ സ്ട്രെങ്തും കുറയും. ഇത് തമ്മിൽ റിലേറ്റഡ് ആണ്. സ്പീഡും അതിൻ്റെ സ്ട്രെങ്തും കുറയും. ഒരു 0.5 വരെയൊക്കെ വരാറുള്ളൂ. മോസ്റ്റ് കറണ്ട്സ് ആർ ദ സ്പീഡ്സ് ലെസ് ആൻഡ് ഈക്വൽ ടു 5 knots. ഇനിയും ഇവയുടെ ഡെപ്തിനനുസരിച്ചാണ് നമ്മൾ ഓഷൻ കറണ്ടിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സർഫസ് കറണ്ട്സ് എന്ന് പറയുന്നത് ഒരു 10% ഓഷൻ്റെ വെള്ളത്തിൽ ഒരു 10% കാണപ്പെടുന്നത് സർഫസ് കറണ്ട്സ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഓഷൻ്റെ ഒരു മുകളിൽ നിന്നൊരു 400 മീറ്ററോളം ആ ഒരു ഹൈറ്റിലാണ് ശരിക്കും, ആ ഒരു ഡെപ്തിലാണ് ശരിക്കും സർഫസ് കറണ്ട് കാണപ്പെടുക. അതിന് താഴത്തേക്കുള്ളതാണ് ശരിക്കും ഡീപ്പ് വാട്ടർ കറണ്ട് എന്ന് പറയുന്നത്. സർഫസ് കറണ്ട് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അത് വാം വാട്ടർ ആയിരിക്കും, മുകളിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വാം വാട്ടർ കറണ്ട് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡീപ്പ് വാട്ടർ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് എന്താ പറയുന്നത്, അതിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും, അതിൻ്റെ തണുപ്പ് കൂടുതലായിരിക്കും, കുറച്ചുകൂടെ കോൾഡർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് താഴത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. എത്തരത്തിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. 10% എന്ന് പറയുന്നത് ഈ വാം വാട്ടർ കറണ്ട് സർഫസ് കറണ്ടാണ്. ബാക്കി 90% എന്ന് പറയുന്നത് ഡീപ്പ് വാട്ടർ കറണ്ടാണ്. സർഫസിൽ കുറച്ച് മാത്രമല്ലേ കാണുന്നുള്ളൂ, ബാക്കി ഉള്ളിലേക്കല്ലേ, എൻ്റെ ഓഷൻ്റെ ഡെപ്ത് ഉള്ളിലേക്കല്ലേ കിടക്കുന്നത്. അപ്പോൾ അത്രയും, ബാക്കി 90% എന്ന് പറയുന്നത് ഈ ഡീപ്പ് വാട്ടർ കറണ്ടായിരിക്കും. These waters move around the ocean basins due to variations in the density and gravity. Deep water sinks into the deep ocean basins at high latitudes where the temperature, അതായത് polar regions, where the temperature are cold enough to cause the density to increase. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു ക്ലാസിഫിക്കേഷൻ കോൾഡ് കറണ്ടും വാം കറണ്ട് എന്ന് പറയാൻ പറ്റും. നമ്മൾ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് കോൾഡ് കറണ്ടും വാം കറണ്ടും ആവുന്നത്. ഇവിടെ നമ്മൾ ഡെപ്തിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യും. കോൾഡ് കറണ്ട്സ് ബ്രിങ് കോൾഡ് വാട്ടറിൻ്റെ വാം വാട്ടർ ഏരിയാസ്, വാം വാട്ടർ ഏരിയാസിലേക്ക്, അതായത് ഇക്വറ്റോറിയൽ റീജിയനിലോട്ട്, നമുക്കിപ്പോൾ അങ്ങനെ നോക്കാം. ഇക്വറ്റോറിയൽ റീജിയനിലോട്ട് പോളാർ റീജിയനിൽ നിന്നുള്ള തണുത്ത വെള്ളം സിങ്ക് ചെയ്തിട്ട് താഴത്തോട്ട് വരുന്നത്, അതാണ് ശരിക്കും കോൾഡ് കറണ്ട് എന്ന് പറയുന്നത്. അത് വാമർ ഏരിയാസിലേക്കാണ് വരുന്നത്. ദീസ് കറണ്ട്സ് ആർ യൂഷ്വലി ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെൻറ്റ്സ് ഇൻ ദ ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ്.
കോൾഡ് കറൻസ് യൂഷ്വലി കാണുന്നതെന്ന് പറഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റാണ് കോണ്ടിനെൻസിൻ്റെ. ഇത് ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൽ ഇത് കോണ്ടിനെൻസിൻ്റെ വെസ്റ്റ് കോസ്റ്റാണ് കാണപ്പെടുന്നത്. ഏത് നോർത്തേൺ ഹെമിസ്ഫിയറായാലും സദേൺ ഹെമിസ്ഫിയറായാലും. ആൻഡ് ദ ഈസ്റ്റ് കോസ്റ്റ് ഇൻ ദ ഹയർ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഇത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഈസ്റ്റ് കോസ്റ്റിലായിട്ടും ഇത് കാണപ്പെടുന്നുണ്ട്, ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ. അപ്പോൾ നമ്മൾ കോൾഡ് കറൻസിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇക്വേറ്റർ ആണെങ്കിൽ ഒരു ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് ഒക്കെ നോക്കുമ്പം ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് ഏകദേശം ഈ ഒരു ഏരിയ ആയിരിക്കും, ഇത്ര ഒരു ഏരിയ. അപ്പം കോണ്ടിനെൻസിൻ്റെ വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? കോണ്ടിനെൻസിൻ്റെ വെസ്റ്റേൺ ഏരിയയിലായിട്ടായിരിക്കും എന്ത് കാണപ്പെടുന്നത്? കോൾഡ് കറൻസ് കാണപ്പെടുന്നത്. അത് രണ്ട് ഹെമിസ്ഫിയറിൽ അങ്ങനെയാണ്. ഇപ്പോൾ കോണ്ടിനെൻറ്റിൻ്റെ ഇപ്പോൾ വെസ്റ്റേൺ പാർട്ടിലായിട്ടായിരിക്കും ഏകദേശം എല്ലാ കോൾഡ് കറണ്ട് തന്നെ കാണപ്പെടുന്നത്. ഇവിടെ അങ്ങനെ നോക്കാനാണ് ഏതൊക്കെ കോൾഡ് കറണ്ട് നമുക്ക് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നു. കോണ്ടിനെൻറ്റിൻ്റെ വെസ്റ്റേൺ പാർട്ടിലെ ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിലാണ് പറയുന്നത്. കാലിഫോർണിയ കറണ്ട്, പിന്നെ ഏതാണ് പെറു കറണ്ട്, പിന്നെ ബെങ്ക്വേല കറണ്ട്, ഇങ്ങനെ തന്നെയാണ് വായിക്കുന്നത് തോന്നുന്നു. ദെൻ കാനറി കറണ്ട്, പിന്നെ വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്. ഇതൊക്കെ തന്നെ കോണ്ടിനെൻസിൻ്റെ വെസ്റ്റേൺ പാർട്ടിലായിട്ടാണ്, അതായത് ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൽ വെസ്റ്റേൺ പാർട്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇനിയും നോർത്തേൺ ഹെമിസ്ഫിയർ, അതായത് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഹയർ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇക്വേറ്ററിൻ്റെ മുകളിലേക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഹയർ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയാണ് പറയുന്നത്. അവിടെ ഈസ്റ്റേൺ സൈഡിലും കാണപ്പെടുന്നുണ്ട്. അപ്പം ഈസ്റ്റ് കോസ്റ്റ് ഇൻ ദ ഹയർ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെതാണ് ലെബറേഡോ ഒരു കോൾഡ് കറണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഈസ്റ്റ് സൈഡിലെന്ന് പറയുന്നത് ഈ ഒരു കറണ്ട്, അത് കോൾഡ് കറണ്ടാണ്. നെക്സ്റ്റ് വാം വാട്ടർ കറണ്ടാണ്. വാം കറൻസ് bring warm water to the cold water areas and are usually observed on the east coast of the continents in the low and middle latitudes. അത് നേരെ തിരിച്ചാണ്, ഈസ്റ്റ് കോസ്റ്റിലാണ് കാണപ്പെടുന്നത് ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൽ. ട്രൂ ഇൻ ബോത്ത് ഹെമിസ്ഫിയർ, രണ്ട് ഹെമിസ്ഫിയറിൻ്റെ കേസ് എടുക്കുമ്പോഴും. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദേ ആർ ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് ഇൻ ഹൈ ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ വാം കറൻസ് ആണ്. കേട്ടൻ്റെ മുകളിലോട്ട് നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കുമ്പോൾ ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് പറയുമ്പോഴത്തേക്കും അവിടെ കാണപ്പെടുന്ന കോണ്ടിനെൻറ്റ്സിൻ്റെ ഈസ്റ്റേൺ സൈഡിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ദ ബ്രസീലിയൻ കറണ്ട്, പിന്നെ ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക്, പിന്നെ ഇതിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്നത്, പിന്നെ സൊമാലി കറണ്ട്, പിന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈസ്റ്റിൽ കാണപ്പെടുന്ന എല്ലാം തന്നെ ലോ ആൻഡ് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഈസ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന എല്ലാം വാം കറണ്ടാണ്. ഇനി സ്പെസിഫിക്കലി നോർത്തേൺ ഹെമിസ്ഫിയർ എടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഹൈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനിലാണ് പറയുന്നത് ഹൈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസിൽ അവിടെ കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റ് കോസ്റ്റ്, അപ്പോൾ ഈ ഒരു നോർവേജിയൻ കറണ്ട് എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് വാം കറണ്ട് ആയിരിക്കും. അപ്പോൾ ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റ് കോസ്റ്റിലായിട്ട് വാം കറണ്ട് കാണപ്പെടുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാര്യമാണ് പറയുന്നത്. നമുക്ക് മേജർ ഓഷ്യൻ കറൻസ് നോക്കാം. മേജർ ഓഷ്യൻ കറൻസ് ആർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്ട്രെസ്സസ് എക്സ്പേർട്ടഡ് ബൈ പ്രിവെയിലിംഗ് വിൻഡ്സ് ആൻഡ് ദ കോറിയോളിസ് ഫോഴ്സ്. വിൻഡ്സും ഈ കൊറിയോളിസ് ഫോഴ്സിനും എക്സേർട്ട് ചെയ്യുന്ന സ്ട്രെസ്സ് കാരണമാണ് ശരിക്കും മേജർ ഓഷ്യൻ കറണ്ട്, അല്ലെങ്കിൽ ഇവയാണ് ശരിക്കും ഈ മേജർ ഓഷ്യൻ കറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദ ഓഷ്യാനിക് സർക്കുലേഷൻ പാറ്റേൺ റഫ്ലി കറസ്പോണ്ട്സ് ടു ദ എർത്ത്സ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ പാറ്റേൺ. നമ്മൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനൊക്കെ തുടക്കത്തിലുള്ള ചാപ്റ്റേഴ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ട് ചെയ്താണ് ശരിക്കും ഈ മേജർ ഓഷ്യാനിക് സർക്കുലേഷൻ പാറ്റേണൊക്കെ കാണപ്പെടുന്നത്. ദ എയർ സർക്കുലേഷൻ ഓവർ ദ ഓഷ്യൻസ് ഇൻ ദ മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് ഇസ് മെയിൻലി ആൻറ്റി സൈക്ലോണിക്. അത് കൂടുതൽ നമുക്ക് സദൺ ഹെമിസ്ഫിയറിലാണ് കാണപ്പെടുക. എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓഷ്യന് മേലെയുള്ള എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസാണ്. അത് കൂടുതലും ആൻറ്റി സൈക്ലോണിക് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും ഓഷ്യാനിക് സർക്കുലേഷൻ എടുക്കുമ്പോൾ. എയർ സർക്കുലേഷൻ പോലെ തന്നെയാണ്, സിമിലറാണ് ഓഷ്യാനിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് എടുക്കുമ്പോൾ ഓഷ്യാനിക് സർക്കുലേഷൻ എന്ന് പറയുന്നതും ഇത്തരത്തിൽ ആൻറ്റി സൈക്ലോണിക് ആയിരിക്കും. അറ്റ് ഹയർ ലാറ്റിറ്റ്യൂഡ് where the wind flow is mostly cyclonic, the oceanic circulation follows this pattern. അപ്പം മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും അവിടെ ആൻറ്റി സൈക്ലോണിക് ആണ്. പക്ഷേ ഹയർ ലാറ്റിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ സൈക്ലോണിക് ആണ്. ഇൻ റീജൻസ് ഓഫ് pronounced monsoonal flow, the monsoon winds influence the current movements. അപ്പോൾ മൺസൂൺ വിൻഡ്സ് ധാരാളമായിട്ട് കാണപ്പെടുന്ന ഏരിയ ആണെങ്കിൽ അവിടെ ഈ വിൻഡ് നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞാണ് ഓഷ്യാനിക് കറൻസിനെ, അല്ലേ? അപ്പോൾ അതുപോലെ ഈ മൺസൂണൽ വിൻഡ്സ് ഉള്ള ഏരിയ ആണെങ്കിൽ അതിൻ്റെയും എഫക്റ്റ് അവിടുത്തെ ഓഷ്യൻ കറൻസിൽ കാണും. Due to Coriolis force, warm currents from the low latitudes tend to move to the right in the northern hemisphere and to their left in the southern hemisphere. Coriolis force എന്ന് പറയുന്നത് അങ്ങനെ തന്നെയുള്ളൂ. നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ അത് റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, പിന്നെ സദൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും.
The oceanic circulation transports heat from one latitude belt to another in a manner similar to the heat transported by the general circulation of the atmosphere. ഇത്തരത്തിൽ ഓഷ്യാനിക് സർക്കുലേഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കോൾഡ് വാട്ടർ, വാം വാട്ടർ കറണ്ട് ഇത്തരത്തിൽ പറഞ്ഞു. അപ്പോൾ അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഹീറ്റാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഒരു ലാറ്റിറ്റ്യൂഡിൽ നിന്നും മറ്റൊരു ലാറ്റിറ്റ്യൂഡിലേക്ക്, അതായത് പോളാർ റീജിയനിലുള്ള ലാറ്റിറ്റ്യൂഡിൽ നിന്നും ഇക്വറ്റോറിയൽ റീജിയനിലുള്ള ലാറ്റിറ്റ്യൂഡ്സിലേക്ക് ഹീറ്റിൻ്റെ ട്രാൻസ്ഫറാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ്മോസ്ഫിയറിലും ഇത്തരത്തിലുള്ള സർക്കുലേഷൻ നമുക്കറിയാലോ. ദ കോൾഡ് വാട്ടേഴ്സ് ഓഫ് ദ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സർക്കിൾ മൂവ് ടുവേർഡ്സ് വാമർ വാട്ടർ ഇൻ ട്രോപ്പിക്കൽ ആൻഡ് ഇക്വറ്റോറിയൽ റീജിയൻസ് വൈൽ ദ വാം വാട്ടേഴ്സ് ഓഫ് ദ ലോവർ ലാറ്റിറ്റ്യൂഡ് മൂവ്സ് ഫോർവേഡ്സ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ ഫിഗറിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കറൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ട്. ഇതൊരു സ്ക്രീൻഷോട്ട് എങ്ങനെ എടുത്തിട്ട് ഇതിൽ കോൾഡ് കറണ്ട് വാം കറണ്ട് തിരിച്ചറിയാൻ എളുപ്പമാണല്ലോ. പെറു കറണ്ട് അതൊരു കോൾഡ് കറണ്ടാണ്. ബെങ്കുവേല കറണ്ട് അതൊരു കോൾഡ് കറണ്ടാണ്. ഇനി ബ്രസീൽ കറണ്ട് എന്ന് പറയുന്നത് ഹോട്ട് കറണ്ടാണ്. സൗത്ത് ഇക്വറ്റോറിയൽ കൺട്രീസിൽ വാം കറണ്ടാണ്. ഇനിയും ലബ്രഡോ കറണ്ട് എന്ന് പറയുന്നത് കോൾഡ് കറണ്ടാണ്. പിന്നെ ഗ്രീൻലാൻഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് കറണ്ടാണ്. ഗൾഫ് സ്ട്രീമും നോർത്ത് അറ്റ്ലാന്റിക് കറണ്ടൊക്കെ എന്ന് പറയുന്നത് വാം കറണ്ടാണ്. കാലിഫോർണിയ കറണ്ട് ഇസ് എ കോൾഡ് കറണ്ട്. ഇതിൽ ഓരോ ഓഷ്യൻസിലുള്ള കറണ്ട് നോക്കുക. ഇതെന്ന് പറയുന്ന ഏത് ഓഷ്യനാണ്? പസഫിക് ഓഷ്യനാണ്. ഈ ഓഷ്യൻ ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ കാണുന്നത്. ഇപ്പോൾ ഓരോ ഓഷ്യനിലെയും കറണ്ട് ഒന്നുകിൽ നിങ്ങൾ നോട്ടാക്കി വെക്കുക, അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇടുക. നെക്സ്റ്റ് ഓഷ്യൻ കറൻസിൻ്റെ എഫക്റ്റാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നല്ല രീതിയിൽ ഓഷ്യൻ കറണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് കോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ലോ ആൻഡ് മിഡിൽ ആറ്റിറ്റ്യൂഡ്സിൽ വരാം. എക്സെപ്റ്റ് ഇക്വേറ്ററിന് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് കൂടുതലും കൂൾ വാട്ടേഴ്സ് ആയിരിക്കും ബോർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റ് കോസ്റ്റിൽ കൂടുതലും എന്താണ് കോൾഡ് കറണ്ടായിട്ടായിരിക്കും ബോർഡർ ചെയ്തിരിക്കുന്നത്. Their average temperatures are relatively low with a narrow diurnal and annual ranges. There is fog, but generally the areas are arid. ഫോഗ് ഒക്കെ കാണപ്പെടും, പക്ഷേ ജനറലി ഏരിയാസ് വെസ്റ്റേൺ ഏരിയാസ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഏരിയാസിൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ആറ്റിറ്റ്യൂഡ്സിലുള്ള ഈ റീജിയൻസിൽ കൂൾ കറണ്ട് കാണപ്പെടുന്ന റീജിയൻസ് എന്ന് പറയുന്നത് ഏറിഡ് ആയിരിക്കും, ഡ്രൈ ആയിരിക്കും, പക്ഷേ വിത്ത് ദ പ്രസൻസ് ഓഫ് ഫോഗ്. ഇനി മിഡിൽ ആൻഡ് ഹയർ ലാറ്റിറ്റ്യൂഡ്സ് എടുക്കുകയാണെങ്കിൽ വെസ്റ്റ് കോസ്റ്റിൽ കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റ് കോസ്റ്റിൽ ആർ ബോർഡഡ് ബൈ വാം വാട്ടേഴ്സ് വിച്ച് കോസ് എ ഡിസ്റ്റിങ്ക്ട് മെറൈൻ ക്ലൈമറ്റ്. അപ്പം വെസ്റ്റ് കോസ്റ്റ് കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റ് കോസ്റ്റ് അവിടെ മിഡിൽ ആൻഡ് ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റ് കോസ്റ്റിലായിട്ടുള്ള ഏരിയാസിൽ എന്നൊക്കെ പറയുന്നത് വാം വാട്ടേഴ്സ് ആയിരിക്കും. അതായത് ഏകദേശം ഈ ഒരു ഏരിയയിൽ നമുക്ക് വെസ്റ്റ് കോസ്റ്റിൽ കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റ് കോസ്റ്റിലായിട്ട് കാണപ്പെടുന്നത് വാം കറണ്ട് ആയിരിക്കും. ഇത് മിഡിൽ ആൻഡ് ഹയർ ലാറ്റിറ്റ്യൂഡ്സിലെ കേസാണ് ഞാൻ പറയുന്നത്. ട്രോപ്പിക്കൽ ഏരിയയിലല്ല. ട്രോപ്പിക്കൽ ഏരിയയിൽ കൂൾ വാട്ടേഴ്സ് ആയിരുന്നു കാണപ്പെടുന്നത്. കാലിഫോർണിയ കറണ്ട് പോലുള്ള കൂൾ വാട്ടേഴ്സ് ആയിരുന്നു കാണപ്പെടുന്നത്. എനിവേസ് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് ഇൻ ദ മിഡിൽ ആൻഡ് ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ വാം വാട്ടേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഡിസ്റ്റിങ്ക്റ്റ് മറൈൻ ക്ലൈമറ്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കൂൾ സമ്മേഴ്സ് ആയിരിക്കും, റിലേറ്റീവ്ലി മൈൽഡ് വിൻറ്റേഴ്സ് ആയിരിക്കും വിത്ത് നാരോ ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഹയർ ലാറ്റിറ്റ്യൂഡ്സിലുള്ള കോണ്ടിനെൻറ്റ്സിൻ്റെ വെസ്റ്റേൺ സൈഡിൽ കാണപ്പെടുന്ന വാം വാട്ടർ കറണ്ടാണ്. അവിടുത്തെ പ്രത്യേകത ഒരു ഡിസ്റ്റിൻറ്റ് ക്ലൈമറ്റ് കാണപ്പെടും. കൂൾ സമ്മർ ആയിരിക്കും, റിലേറ്റീവ്ലി മൈൽഡ് വിൻ്റർ ആയിരിക്കും, നാരോ ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻ എടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് കോസ്റ്റിന് പാരലായിട്ടായിരിക്കും വാം കറൻസ് ഫ്ലോ ചെയ്യുന്നത്. ഈസ്റ്റ് കോസ്റ്റ് ഇവയുടെയൊക്കെ ഈസ്റ്റ് കോസ്റ്റ് എന്താണ്? ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റിന് പാരലായിട്ടാണ് എൻ്റെ വാം കറൻസ് ഫ്ലോ ചെയ്യുന്നത്. ഈസ്റ്റ് കോസ്റ്റിന് പാരലായിട്ട് ഫ്ലോ ചെയ്യുന്നു. ഞാൻ പറയുന്നത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസാണ്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത് വാം ആൻഡ് റെയിനി ക്ലൈമറ്റ് ആയിരിക്കും. വാം ആസ് വെൽ ആസ് റെയിനി ക്ലൈമറ്റ് ആയിരിക്കും ഈ ഒരു റീജിയനിൽ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ കോണ്ടിനെൻറ്റ്സിൻ്റെ ഈസ്റ്റ് കോസ്റ്റിന് പാരലായിട്ടായിരിക്കും വാം കറൻസ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വാം ആൻഡ് റെയിനി ക്ലൈമറ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഇത് ബ്രസീലിയൻ കറണ്ട് എന്ന് പറയുന്നത് ഇതിന് ഈസ്റ്റ് കോസ്റ്റിൽ പാരലായിട്ടാണ് കിടക്കുന്നത്. ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഈ ഏരിയാസ് സബ് ട്രോപ്പിക്കൽ ഏരിയ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സബ് ട്രോപ്പിക്കൽ ഏരിയാസ് കാണപ്പെടുന്നത് മെയിനായിട്ടും സബ് ട്രോപ്പിക്കൽ ആൻറ്റി സൈക്ലോൺസ് കാണപ്പെടുന്ന റീജിയൻസാണ്. ദിസ് ഏരിയാസ് ലൈ നിങ്ങൾ ടെക്സ്റ്റ് നോക്കാം. ദിസ് ഏരിയാസ് ലൈ ഇൻ ദി വെസ്റ്റേൺ മാർജിൻസ് ഓഫ് സബ് ട്രോപ്പിക്കൽ ആൻറ്റി സൈക്ലോൺസ്. ദ മിക്സിംഗ് ഓഫ് warm and cold currents. Mixing of warm and cold currents help to replenish the oxygen and favor the growth of planktons, the primary food for fish population.
പ്ലാങ്ടണിൻ്റെ ഗ്രോത്ത് ഫേവർ ചെയ്യുന്ന എപ്പോഴും ഈ കോൾഡ് വാട്ടറാണ് ഫേവർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ കോൾഡ് വാട്ടറും വാം വാട്ടറും കൂടെ വരുന്ന ഏരിയ ആണെങ്കിൽ അവിടെ ന്യൂട്രിയൻസ് ധാരാളം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്ലാങ്ടണിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവും, ഓക്സിജൻ റെപ്ലനിഷ് ചെയ്യും, അത്തരത്തിൽ പ്ലാങ്ടൺ നല്ല രീതിയിൽ വളരും. ഈ പ്ലാങ്ടൺ എന്ന് പറയുന്നത് ഫിഷിൻ്റെ പ്രൈമറി ഫുഡാണ്. ഫിഷ് ഈ പ്ലാങ്ടൺ കഴിച്ചാണ് ജീവിക്കുന്നത്. ഫിഷ് പോപ്പുലേഷൻ കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആർക്കാണ് ബെനിഫിറ്റ് അൾട്ടിമേറ്റ്ലി വരിക? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിക്സിംഗ് സോൺസിൽ കോൾഡ് വാട്ടറും വാം വാട്ടറും ഈ വാട്ടർ കറൻസ് തമ്മിൽ മിക്സ് ആവുന്ന സോൺസിലാണ് ബെസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട്സ്, വേൾഡിലെ തന്നെ ബെസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു റീജിയനാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെ ഓക്സിജൻ സപ്ലൈ കൂടിയിട്ട് പ്ലാങ്ടൺ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ ഇനി MCQs നോക്കാം. ദ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടർ ഈസ് നോൺ ആസ്. എന്താണ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് പറയുന്നത്? ഐ തിങ്ക് ഇറ്റ്സ് ടൈഡ്. നെക്സ്റ്റ്, സ്പ്രിംഗ് ടൈഡ്സ് ആർ കോസ്ഡ് ബൈ. സ്പ്രിംഗ് ടൈഡ്സ് എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ദ മൂൺ ആൻഡ് ദ സൺ പുള്ളിങ് ദ എർത്ത് ഗ്രാവിറ്റേഷനലി ഇൻ ദ സെയിം ഡയറക്ഷൻ. ആസ് എ റിസൾട്ട് ഓഫ് മൂൺ ആൻഡ് ദ സൺ പുള്ളിങ് ദ എർത്ത് ഗ്രാവിറ്റേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സെയിം ലൈനിൽ കാണപ്പെടുന്നതാണ് അർത്ഥം. ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പറയുമ്പോഴത്തേക്കും എന്താണ്? ഈ ഒരു അലൈൻമെൻറ്റ് ആയിരിക്കും കാണപ്പെടുക. ഇൻറ്റൻഷൻ ഇൻ ദ കോസ്റ്റ് ലൈൻ, നൺ ഓഫ് ദ അബവ്. അല്ല, ഇതിലേതൊരെണ്ണം ഉണ്ട്. സ്പ്രിംഗ് ടൈഡ്സ് വരുന്നത് വെൻ ദ സൺ, ദ മൂൺ ആൻഡ് ദ എർത്ത് ആർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നീറ്റ് ടൈഡ്സിൻ്റെ കേസിലാണ് ഇത്തരത്തിൽ പെർപെൻഡിക്കുലർലി അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ മൂൺ ഈസ് മിനിമം വെൻ ദ മൂൺ ഈസ് ഇൻ. നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. എഫീലിയോൺ എന്ന് പറയുന്നത് പെരിഹീലിയോൺ എന്ന് പറയുന്നത് സൺ റിലേറ്റഡ് ആണ്. അപ്പോൾ അത് രണ്ടുമല്ല. ഇനി നോക്കേണ്ടത് പെരിജി ആണോ അപ്പോജി ആണോ എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദ മൂൺ ഈസ് മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്. വൺസ് ഇൻ എ മന്ത് വെൻ ദ മൂൺസ് ഓർബിറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ എർത്ത്, പെരിജി, അൺയൂഷ്വലി ഹൈ ആൻഡ് ലോ ടൈഡ്സ് ഒക്കെയാ. നെക്സ്റ്റ്, അപ്പോജി എന്ന് പറയുന്നത് മൂൺ ഈസ് ഫാർത്തസ്റ്റ് ഫ്രം ദ എർത്ത് ആണ്. ഇവിടെ മിനിമം ആണ്, ചിലപ്പോൾ ക്ലോസസ്റ്റ് ആണ് ചോദിച്ചത്. ആൻസർ ഈസ് പെരിജി. നെക്സ്റ്റ്, എർത്ത് റീച്ചസ് ഇറ്റ്സ് പെരിഹീലിയോൺ ഇൻ വെൻ ദ എർത്ത് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ. അതാണ് പെരിഹീലിയോൺ എന്ന് പറയുന്നത്. അത് 3rd ജാനുവരിയിലാണ്. ഇനി അതുപോലെ തന്നെ വെൻ ദ എർത്ത് ഈസ് ഫാർത്തസ്റ്റ് ഫ്രം ദ സൺ ആകുമ്പോഴാണ് അത് എഫീലിയോൺ പറയുന്നത്. അത് ജൂലൈ 4th. അപ്പോൾ അടുത്തുള്ള സമയമാണ് പെരിഹീലിയോൺ എന്ന് പറയുന്നത്, ജാനുവരി 3rd. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കാം. ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.